ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇമ്മൂസിൻ്റെ ബർത്ത്ഡേൻ്റെ ഷോപ്പിങ്ങും പ്രിപ്പറേഷൻസും പിന്നെ നമ്മുടെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഒരു ലോങ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പം ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേ ഷോപ്പിങ്ങിൻ്റെ. അപ്പോൾ അത് തന്നെ പോയത് ഇമ്മൂസിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണ്. ഒരു വണ്ടി വാങ്ങിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ എങ്ങാനും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അതേ ടൈപ്പ് തന്നെ ഷോപ്പിൽ കിട്ടിയതുകൊണ്ട് ഓൺലൈനൊന്നും നോക്കേണ്ടി വന്നില്ല. ഇമ്മൂസാണെങ്കിൽ ഭയങ്കര ഹാപ്പി. വണ്ടിയിൽ കയറിയപ്പോൾ മുതലേ ചിരിക്കാനും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. അതിൽ പാട്ടൊക്കെ കേട്ടിട്ട് അവൾക്ക് പിന്നെ ഇറങ്ങാനായിരുന്നു പാടതിൽ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്, ബ്ലാക്കും ഗ്രീനും കൂടെ വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞങ്ങൾക്കൊക്കെ മെറ്റീരിയലായിരുന്നു വാങ്ങിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് നേരത്തെ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ അതൊക്കെ വാങ്ങിച്ചു വെച്ചു. ഓൺലൈനിൽ നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കര റേറ്റ് തോന്നി. പക്ഷേ നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല അഫോർഡബിളായിട്ട് റേറ്റിൽ നമുക്ക് ധാവണി സ്റ്റിച്ച് ചെയ്യാൻ പറ്റി. ഞങ്ങളും കസിൻസൊക്കെ ധാവണിയായിരുന്നു കേട്ടോ. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ഒരുപാട് സമയം നിന്നാൽ ക്ഷീണിക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് അന്ന് അത്രേ ചെയ്തുള്ളൂ. ഇനി ഇമ്മൂസിൻ്റെയൊക്കെ ഡ്രസ്സ് അടുത്ത ദിവസം വാങ്ങിക്കണം. ഇത് പിറ്റേ ദിവസം അവർ ഡെലിവറി ചെയ്യുവാണ് വീട്ടിൽ വണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് റിമോട്ട് കൺട്രോൾ ഉണ്ട്, മാനുവലും ഉണ്ട്. അപ്പോൾ അവർക്ക് ചെറിയ പ്രായത്തിൽ ഈ സമയത്തൊക്കെ റിമോട്ട് കൺട്രോൾ വെച്ച് തന്നെ ചെയ്യാം. കുറച്ചുകൂടെ വലുതായാൽ മാനുവലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ 60 kg ആണ് അവർ കപ്പാസിറ്റി പറയുന്നത്, അതിൻ്റെ വെയിറ്റ്. ഇത് വേറൊരു ദിവസം ഇമ്മൂസിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്, നാദാപുരത്ത് തന്നെ. കുറേ 2-3 ഷോപ്പിൽ നോക്കി, ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. രസമുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള പോലെ തോന്നി. പിന്നെ ഒരു ഷെയ്ഡ് അത്ര മാച്ച് ആവാത്ത പോലെ തോന്നിയിട്ട് അത് മാറ്റി. അങ്ങനെ വെള്ളയാണ് നമ്മളെടുത്തത്. ഇതെല്ലാം ഫുൾ വൈറ്റ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇമ്മൂസിൻ്റെ ഹെയർ കട്ടൊക്കെ ചെയ്യണമായിരുന്നു. അവൾ ഇപ്പോൾ കളിച്ച് ചിരിച്ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു കത്രിക കണ്ടപ്പോൾ. അങ്ങനെ ശരിക്കും വെട്ടാനൊന്നും സമ്മതിച്ചില്ല. പുറകിലൊക്കെ നല്ലോണം വെട്ടി. ബാക്കി വീട്ടിലെത്തിയിട്ട് അവൾ ഉറങ്ങുന്ന സമയത്തൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്ത്. ഇത് ഞാൻ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്താണ്, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇത് വേറൊരു ദിവസം ഞാൻ ഇമ്മൂസിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ബർത്ത്ഡേയുടെ 2 ദിവസം മുന്നേ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇമ്മൂസിൻ്റെ അച്ഛൻ ആർമിയിലാണ്, അവന് ലീവ് കിട്ടില്ല, 2 ദിവസം മുന്നേ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ സർപ്രൈസായിട്ട് വന്നു. അതുകൊണ്ട് പിന്നെ ഫോട്ടോഷൂട്ടാവും വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ പോയ സ്ഥലം കരിയാത്തമ്പാറയാണ്. അവിടെ നിന്നാണ് ഫോട്ടോസ് എടുത്തത്. കോഴിക്കോടുകാർക്കൊക്കെ അറിയായിരിക്കും, നല്ല അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എൻട്രി ഫീ ഒക്കെ ഉണ്ട്. പിന്നെ ബോട്ടിങ്ങും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വീക്കെൻഡിലായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് കണ്ടിട്ടില്ല. ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ പോയിട്ടുണ്ട്, 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നൊന്നും ഇതുപോലെ അറിയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ റീൽസിലൊക്കെ കണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ പോയ ഒരു ബുധനാഴ്ച പോയത്, അന്ന് പോലും അത്ര ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡിലുള്ള അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ അത് തട്ടുകടകൾ, ചെറിയ റെസ്റ്റോറൻറ്റ് അതൊക്കെ വന്നു. പണ്ടൊക്കെ ചെറിയൊരു കടയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളും പോകുന്നതിൻ്റെ മുന്നേ ചായയൊക്കെ കുടിച്ച് ഇമ്മൂസിന് കഞ്ഞിയൊക്കെ കൊടുത്ത് എന്നിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. കാരണം പിന്നെ അവൾ വിശന്ന് കരയാനൊക്കെ തുടങ്ങിയ ഫോട്ടോസ് കൊള്ളാവും. അതുകൊണ്ട് ഈ കാടമുട്ട, പഴംപൊരി ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. ഇമ്മൂസിന് കഞ്ഞി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ കൂടെ, അവൾക്ക് ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് സ്ഥലം. ഫുള്ളായിട്ട് എന്നോട് എടുക്കാൻ മറന്നുപോയി. ഇമ്മൂസിനെ കളിപ്പിക്കുന്ന സമയത്ത് ഫോട്ടോസ് നല്ല കിട്ടാൻ വേണ്ടി അവളെ ചിരിപ്പിക്കുന്ന സമയത്ത് മറ്റുള്ള വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. തുടക്കത്തിലൊക്കെ ഇമ്മൂസ് ഭയങ്കര ചിരിയും കളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് മടുത്തു. പിന്നെ അവൾ ഇങ്ങനെ മുഷിയാൻ തുടങ്ങി. അപ്പോൾ അവളൊന്ന് ചിരിപ്പിച്ചെടുക്കണേ കുറച്ച് പാടാണ്. അപ്പോൾ കുട്ടികളുടെ ഫോട്ടോഷൂട്ട് അത്ര എളുപ്പപ്പണിയല്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ ഇത് പിറ്റേ ദിവസം ഞാൻ ഹണി കേക്കിന് ഓർഡർ കൊടുക്കാൻ പോയതാണ്, കല്ലാച്ചി തന്നെ ഉള്ളത്. അപ്പോൾ 2 കേക്കിന് ഓർഡർ കൊടുത്തു. ഒന്ന് നമ്മൾ വാങ്ങിക്കുന്നതും ഒന്ന് അവരവിടെ നിന്ന് വാങ്ങിക്കുന്നതും. 2 മോഡലൊക്കെ പറഞ്ഞു കൊടുത്ത് കേക്കിന് ഓർഡർ കൊടുത്തു. അടുത്ത വീഡിയോ ഇമ്മൂസിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ അതിൽ എല്ലാം ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അത് അഞ്ജു വന്നിട്ടുണ്ട്, അന്നുവിൻ്റെ അനിയത്തി, നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. പിന്നെ നമ്മളെ കസിന് വാവച്ചിയുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇമ്മൂസിൻ്റെ ഫോട്ടോസ് ഞങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ മാസത്തതും. അപ്പോൾ 12 മാസത്തെ ഫോട്ടോസും പിന്നെ ഫസ്റ്റ് ഡേ ഉള്ള ഫോട്ടോ ന്യൂ ബോൺ അതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം മിസ്സിങ് ആയി, അതാണ് ഈ നോക്കുന്നത്. അപ്പോൾ കാണുന്നില്ല, ഞാൻ കൊടുക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ അച്ഛനെ പറഞ്ഞു വിട്ട് പിന്നെയും പ്രിൻ്റ് എടുപ്പിച്ചു. ഇങ്ങനത്തെ ഒരു കട്ടൗട്ട്സ് വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ഫോട്ടോ ഇതിലേക്ക് പ്രിന്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഷീറ്റിൽ പ്രിൻ്റ് ചെയ്ത ഫോട്ടോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് ആഡിയിൽ കോഡ്സ് ചെയ്താന്നാണ് വിചാരിക്കും. അപ്പം നമ്മൾ ഇത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ വന്നേക്കുവാണ്. ഇതിലൊരു ഇവിടെ ഒരു ചെറിയൊരു കട്ടുണ്ട്, അതിലൂടെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് ഇതാക്കി കൊടുത്താൽ ഇത് അവിടെ നിന്നോളൂ കേട്ടോ, സെക്യൂർ ആയിട്ട് വന്നോളൂ. പക്ഷെ നമ്മളൊരു ഗമ്മം കൂടെ വെക്കും അല്ലേ, കാറ്റൊക്കെ ഉണ്ട് പാറി പോകുന്നത് നമ്മൾ ഗമ്മിട്ട് ഒട്ടിക്കാന്ന് വിചാരിക്കും. നമ്മൾ കുഞ്ഞി ലോലിപോപ്പ് വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ പേപ്പറിൽ റാപ്പ് ചെയ്യും. ലോക്കൽ ലോലിപോപ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ ഇതിലേക്കാക്കുമ്പോൾ ഇതൊരു VIP ലുക്കാവും. ഐഡിയ അല്ല എൻ്റെ കൈ വല്ലാണ്ടുണ്ട്, അത് മയക്കണം. അഞ്ജുവിൻ്റെ കൈ ഉണ്ടായിരിക്കും ഗാർഹിക പീഡനം. ഇങ്ങനെയാണ് വിളിക്കേണ്ടത്. ഞങ്ങൾ ചായ കുടിക്കട്ടെ അതിനിടയിൽ. സുഗിയനുണ്ട്, പപ്സ് ഉണ്ട്, പഴംപരി ഉണ്ട്. ചായ കുടിച്ച അഞ്ചോ? പൊട്ടിപ്പോയി. ഇമ്മൂസിന്റെ 28ന്റെ ഫോട്ടോ കേട്ടോ നമ്മളൊരു പേപ്പർ ബാഗിൽ ആക്കി വെച്ചു. നമ്മൾ റിങ്ങിലൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എംബ്രോയിഡറി റിങ്ങാണ്. അപ്പോൾ റിങ് കൊണ്ടുണ്ടാക്കിയതാണ് ഇതാ സെൻറ്ററിൽ കാണുന്നത്. അപ്പോൾ ഇമ്മൂസിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി വെക്കാമെന്ന് വെച്ചാൽ ചിലതിൽ കോഡ്സായിട്ട് എഴുതി, ചിലതിൽ നമുക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച്. അടുത്ത് നമ്മൾ ചെയ്തത് പോപ്കോൺ ഉണ്ടാക്കിയിട്ട് പേപ്പർ ഗ്ലാസ്സിൽ ഫില്ല് ചെയ്തു. എന്നിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് ലേസും കാര്യങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തു. ഇപ്പോൾ പേപ്പർ പ്ലേറ്റും പേപ്പർ ഗ്ലാസും ടിഷ്യൂ ഒക്കെ പിസ്ത ഗ്രീൻ കളറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന കേക്ക് പിസ്ത ഗ്രീൻ ആക്കിയത്. പിന്നെയും ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിൽ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുമായിരുന്നു. നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഉണ്ണിയപ്പം വേണം. പിന്നെ ഞങ്ങളിവിടെ കുയ്യപ്പം എന്നാട്ടോ പറയുക ഉണ്ണിയപ്പത്തിന്. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സിൻ്റെ കാര്യങ്ങളും കൂടെ കുറച്ച് ചെയ്യാനുണ്ട്. കുറച്ച് ബീഡ്സൊക്കെ വെക്കാനുണ്ട്, ഷോളിലൊക്കെ മുത്ത് പിടിപ്പിക്കാനുണ്ട്. അതൊക്കെ ചെയ്യുവാണെന്നും ഞങ്ങൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്, അതുകൊണ്ട് അത്രയും റേറ്റ് ആയിട്ടില്ലായിരുന്നു. കൂടാതെ നെക്കിലൊക്കെ ഉള്ള വർക്ക് അന്നു തന്നെ ചെയ്തതാണ്, ഹാൻഡ് വർക്കാണ്. അപ്പോൾ നമുക്ക് അത്രയേ റേറ്റേ ആയിട്ടുള്ളൂ. പുറത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആവും. ഒരുവിധം പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചു. ഇനിയിപ്പം ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുക വേണ്ടു. അപ്പൊ ഇപ്പൊ സമയം ഒരു 12:30 കഴിഞ്ഞു. ഞങ്ങള് ഇമ്മൂസിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് 12:45 കഴിഞ്ഞു. അപ്പൊ ഇമ്മൂസിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങള് ഓവർനൈറ്റ് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ബൈ ബൈ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു റീലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കിടക്കുവാണ്. പക്ഷേ എല്ലാം ഫ്ലോപ്പായി. അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യും. സമയം എത്രയായിന്ന് അറിയാവോ? ഹായ് ഗൈസ്. അപ്പൊ സമയം 3 മണി. നമ്മളാരും 3 മണി എന്ന് വെച്ചാൽ പുലർച്ചെ കോഴി പോകുന്ന മണി. കോഴി പോകുന്ന സമയത്തോ? അപ്പൊ നമുക്ക് അപ്പം തന്നിട്ട് വരാം.
പാതിരക്ക് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുന്നു. വിശന്നിട്ട് പാടില്ല. നമ്മൾ ഉണ്ണിയപ്പത്തിന് ഇവിടെ കുയ്യപ്പം എന്ന് പറയും കേട്ടാ. നിങ്ങളെന്താ പറയാ? നിങ്ങൾ ഉണ്ണിയപ്പം എന്നാ പറയാ? നിങ്ങൾ ഉണ്ണിയപ്പം എന്നാണോ പറയാ? കാരക്കുഴിയോ? ഇവര് തലശ്ശേരി കേട്ടോ, അതുകൊണ്ട് ഇവര് കാരക്കുഴി എന്ന് പറയും. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഇല്ല. ഞങ്ങള് 12:30 1 മണിക്ക് ഉറങ്ങാൻ കിടന്നോ. 3 മണി 2:30 വരെ പ്രേതക്കഥയും പറഞ്ഞിരുന്നു. പേടിയായിട്ട് ലൈറ്റ് ഇട്ടപ്പോൾ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പം ഉണ്ണിയപ്പം കഴിച്ച് വെള്ളം കുടിച്ച് കിടന്നുറങ്ങാൻ പോകുന്നു. ആ മാഗി വന്ന് കിടക്ക്. ഇനിയിപ്പോൾ കിടന്ന് എണീക്കാൻ പറ്റുമോന്ന് അറിയില്ല. എല്ലാവരും ഉള്ളപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ അത് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ആ ദിവസം. അപ്പോൾ അടുത്തത് ബർത്ത്ഡേ വ്ളോഗായിട്ട് കാണാം.